ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ ഈ വിഷയത്തിൽ ലജ്ജാകരമായ മൗനം പാലിക്കുകയാണ്. അതിരൂക്ഷമായ ഭാഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായ സോണിയാഗാന്ധി രംഗത്ത്. സ്വന്തം രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ തന്നെ മറ്റു രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ വേവലാതിപ്പെടുകയാണ് കോൺഗ്രസ് പാർട്ടി. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ മോദി ഒരക്ഷരം പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നത് ലജ്ജാകരമാണ്. മാത്രമല്ല അങ്ങേയറ്റം നിരാശാജനകമാണ് എന്നും സോണിയാഗാന്ധി ഇവിടെ എഴുതിയ ഒരു ലേഖനത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലസ്തീനു വേണ്ടി കൊടികെട്ടി മുദ്രാവാക്യം വിളിക്കാൻ തുനിഞ്ഞിറങ്ങിയ CPM പാർട്ടിക്ക് കണ്ണുപൂട്ടുന്ന മറുപടിയായിരുന്നു കോടതി നൽകിയത്. മാത്രമല്ല സ്വന്തം രാജ്യത്തെ കാര്യങ്ങളിൽ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോടതി പറഞ്ഞതും. എന്നാൽ ഇപ്പോൾ സോണിയാഗാന്ധി കേന്ദ്രത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉന്നം വെച്ചുകൊണ്ട് കൂടുതൽ പ്രതിരോധം തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. എന്നാൽ ഇതിന് മോദി സമ്മതിക്കില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധിയുടെ പൂതി മനസ്സിൽ വെച്ചാൽ മതിയെന്ന് മോദി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടിക്ക് തങ്ങൾ ഇപ്പോഴും സജീവമായി തന്നെ രംഗത്തുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഓരോ വിടുവായുത്തരങ്ങൾ വിളിച്ചു പറയുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്നു. ഗാസയിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നു. ലജ്ജാകരമായ മൗനമാണ്, അങ്ങേയറ്റം നിരാശാജനകമാണ് എന്നാണ് സോണിയാഗാന്ധിയുടെ വാക്കുകൾ. ഹിന്ദി ദിനപത്രമായ ദൈനിക് ജാഗറിലാണ് എഴുതിയ ലേഖനത്തിൽ ഗാസ വിഷയത്തിൽ സോണിയാഗാന്ധി കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ഇസ്രായേൽ നടപടി പ്രകോപിതവും വംശഹത്യയുമാണ്. ഗാസയിലെ ജനങ്ങൾക്ക് അനുകൂലമായി ഇന്ത്യ വ്യക്തവും ധീരവുമായ നിലപാട് സ്വീകരിക്കണമെന്നും വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് വ്യക്തമായ നിലപാടില്ലാത്തത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ അതിനോടുള്ള ഭീരുത്വപരമായ വഞ്ചനയാണ് എന്നും ധീരമായ വാക്കുകളിൽ പ്രധാനമന്ത്രി സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും സോണിയാഗാന്ധി ഈ ലേഖനത്തിലൂടെ പറയുന്നു. ഗാസ ദുരന്തത്തിൽ നിശബ്ദമായി കാഴ്ചക്കാരായി മോദി സർക്കാർ എന്ന തലക്കെട്ടിലായിരുന്നു ലേഖനം പ്രസിദ്ധീകരിച്ചത്. 1974 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അതായത് PLO അംഗീകരിക്കുന്ന ആദ്യ അറബ് ഇതര രാജ്യമായി ഇന്ത്യ മാറുന്നത്. 1988 പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. ഈ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പാലസ്തീനെ സായുധ സംഘമായ ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലികളെ ബന്ദികളാക്കുന്നത് തുടരുന്നതിനോ ഒരു നീക്കം ന്യായീകരിക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇതിൽ സോണിയാഗാന്ധി അഭിപ്രായപ്പെടുന്നുണ്ട്. 17,000 കുട്ടികൾ അടക്കം 55,000 പാലസ്തീനുകൾ കഴിഞ്ഞ 2 വർഷത്തിനിടെ കൊല്ലപ്പെട്ടുവെന്നും ലേഖനത്തിൽ സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു. വ്യോമാക്രമണത്തിലൂടെ തന്നെ ഗാസയിലെ മിക്ക കെട്ടിടങ്ങളും മനഃപൂർവ്വം തന്നെ തകർക്കപ്പെട്ടു. ഗാസയിലെ സാമൂഹിക ഘടന പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അസ്വസ്ഥതപ്പെടുത്തുന്ന സംഭവങ്ങളാണ് 2023 ഒക്ടോബർ മുതൽ ഇങ്ങോട്ടേക്ക് കാണാൻ സാധിക്കുന്നതെന്നും സമീപകാലങ്ങളിൽ അവ കൂടുതൽ ഹൃദയഭേദകമായി മാറിയിരിക്കുകയാണ് എന്നും ക്രൂരമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമായി തന്നെ മാനുഷിക സഹായം എങ്ങനെ ആയുധമാക്കപ്പെടുന്നുവെന്ന് നാം കണ്ടുവെന്നും ലേഖനത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. മരുന്നുകൾ, ഭക്ഷണം, ഇന്ധനം തുടങ്ങിയവയെല്ലാം തന്നെ വിതരണം തടസ്സപ്പെടുത്തിയതിനെയും സോണിയാഗാന്ധി ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. പട്ടിണി കിടന്ന ആളുകളെ മരിക്കാൻ നിർബന്ധിക്കുന്ന തന്ത്രം മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളാണ് എന്നാണ് സോണിയാഗാന്ധിയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എഴുതിയ ഈ ലേഖനത്തിലൂടെ തന്നെ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.